മാധ്യമങ്ങളെ കാണും. നേരിട്ട് കൊണ്ട് വോട്ടർമാർ ബൂത്തിലെത്തും. കാരണം ഈ കൈ ഇങ്ങനെ കെട്ടി നിന്നിട്ട് സ്നേഹം തന്നാൽ തിരിച്ച് ഡബിളായി തരും എന്നും കൂടെ ഉണ്ടാവും. ആരെ കൂടെ ഒന്ന് ആലോചിച്ചു കയറ്. എന്തൊരു മെസ്സേജാ ഇതെന്താ സിനിമയെ. അതുകൊണ്ടാണ് പറഞ്ഞ അയാൾ കഥ എഴുതുകയായിരുന്നു. അദ്ദേഹം കഥ എഴുതാൻ വീണ്ടും പോകും. നല്ല ജോലിയാണ്, അദ്ദേഹത്തിന് കഴിവുണ്ട്. അതിൽ അഭിനയിക്കാനും അറിയും. അഭിനയ പാടവത്തിന്റെ എന്താ പറയാ മൂർത്തിഭാവം എപ്പോഴും പ്രകടിതമാക്കി മനുഷ്യരുടെ ഇടയിൽ കൂടെ നടക്കുന്ന ആളാ. അതങ്ങനെ നടക്കട്ടെ. ഒരു രാഷ്ട്രീയ പോരാട്ടത്തില് ഈ ജനങ്ങളെ അഭിസംബോധന ചെയ്യുന്ന ഒരു പത്രപരസ്യത്തില് സിനിമ സ്റ്റൈലില് ആ കാലൊക്കെ കഴിഞ്ഞ മക്കളെ. അൻവറിന്റെ വാർത്താ സമ്മേളനമാണ് കണ്ടത്. 75,000-ന് മുകളിൽ വോട്ടുകൾ പിടിക്കുമെന്നാണ് അൻവർ അവകാശപ്പെടുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. അവിടെ ഒരുക്കി കൊടുത്തിട്ടുണ്ട്. അതെന്തായാലും പിണറായി സദൻ ആൾക്കാർ ആ കാര്യത്തിൽ പൈസ ഒക്കെ കൊടുത്ത ആരാ നമുക്കറിയല്ലോ. അപ്പൊ പാർട്ട്ണർ ആരാ? അദാനിയാണ്. അപ്പോൾ മുഖ്യമന്ത്രിയെക്കാളും സൗകര്യം, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയോളം സൗകര്യം ഓരോ മുറികളും സെക്രട്ടേറിയറ്റ് മെമ്പർമാർക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പൊ പുള്ളിക്ക് ബുദ്ധിമുട്ടൊന്നും വരില്ല. ആർക്ക്? രാജന് അതിലേറെ സൗകര്യത്തിൽ അദ്ദേഹത്തിന് അവിടെ ഇരിക്കാനുള്ള സൗകര്യം. എന്താ സംശയം? എന്താ സംശയം? പി വി അൻവർ ഒറ്റക്കല്ല നിയമസഭയിലേക്ക് പോകുന്നത്. സത്യപ്രതിജ്ഞ ചെയ്യാൻ പോകുന്ന നിലമ്പൂരിലെ ആയിരക്കണക്കിന് ആളുമായിട്ടാണ്. ഇന്നലെ ഞങ്ങൾ ചർച്ച ചെയ്തതാ വൈകുന്നേരം. ആയിരക്കണക്കിന് ആളുമായിട്ട്. ചിലപ്പോൾ ഞങ്ങൾ കാൽനടയായിട്ട് ഒരാഴ്ച എടുത്തിട്ടായിരിക്കും പോവുക. അല്ലല്ല, അങ്ങനെ ആലോചിക്കുന്നുണ്ട്. ജനങ്ങളെയും കൂട്ടിയിട്ട്. അല്ല, മമതയൊക്കെ വരും നോക്കാതെ. മമതയല്ലല്ലോ ഇവിടുത്തെ വിഷയം. ഇവിടുത്തെ വിഷയം ഈ പറയുന്ന പിണറായിസാണല്ലോ. സത്യപ്രതിജ്ഞ ചെയ്യാൻ ഞങ്ങൾ നിലമ്പൂരിലെ ജനങ്ങളെ കൂട്ടിയിട്ട് ചിലപ്പോൾ നടന്നു പോകും. അല്ല, അങ്ങനെ ആലോചിക്കുന്നുണ്ടെന്ന്. നിങ്ങൾ ചിരിക്കൊന്നും വേണ്ട. മനസ്സിലായില്ലേ? ഇത് സംഭവിക്കുള്ളൂ. നമുക്ക് കാണാം. അമിതമായല്ല, അത് ആത്മവിശ്വാസമാണ്. അത് ആ ജനങ്ങളെ എനിക്ക് അറിയുന്നത് കൊണ്ടുള്ള ആത്മവിശ്വാസമാണ്. ആ ജനങ്ങൾക്ക് എന്നെ അറിഞ്ഞിട്ടുണ്ട് പല ഘട്ടത്തിലും. ആ ആത്മവിശ്വാസമാണ്. മനസ്സിലായില്ലേ? ഇപ്പൊ വയനാട് പൊളിഞ്ഞ് തകർന്ന് തരിപ്പണായി കിടക്കുക. 2ാമത്തെ വർഷക്കാലം തുടങ്ങി. ഇന്നോ നാളെയോ ഇനിയും ദുരന്തം ഉണ്ടാകാൻ പോവാണ്. ഒരു കൊല്ലമായിട്ട് 776 കോടി ഉറുപ്പിക ഈ നാട്ടിലെ ജനങ്ങളെ. പ്രതിപക്ഷം അന്ന് ആകെ പറഞ്ഞെന്താ, ഇവിടെ ദുരിതാശ്വാസ നിധിക്ക് കിട്ടുന്ന പൈസ കൈമാറി പോകുന്നുണ്ട്, മറ്റേ വകമാറ്റി ചെലവാക്കുന്നുണ്ട്. അതുകൊണ്ട് പ്രത്യേക അക്കൗണ്ട് തുടങ്ങിയാൽ ജനങ്ങൾ സഹകരിക്കണം, അല്ലെങ്കിൽ സഹകരിക്കരുത്. പ്രത്യേക അക്കൗണ്ട് തുടങ്ങി 776 കോടി കിട്ടിയെന്നുള്ളത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് സ്റ്റേറ്റ്മെന്റ് അടക്കം പത്രത്തിൽ തന്നല്ലേ. ആകെ 400 വീടുകളാ, കുടുംബങ്ങളാ പോയത് വരെ കണക്ക് പ്രകാരം. 1.25 കോടി രൂപയുടെ ചെക്ക് എഴുതിയ സാധുക്കൾക്ക് കൊടുത്തു. നിങ്ങൾ പോയിട്ട് സെറ്റിൽ ചെയ്തോ ഇവിടെ എന്ന് പറയാം. ഈ വാടകക്ക് വാടകക്ക് മനസ്സിലായില്ലേ? സർക്കാർ വാടക കൊടുക്കും എന്ന് പറഞ്ഞിട്ട് മരുന്നിന് പൈസ ഇല്ല. ഡയാലിസിസ് രോഗികളുണ്ട് 19 എണ്ണം. ഒരാളും ഇല്ല. ഇതേ സംഭവമാണല്ലോ 2019 കവളപ്പാറ ഉണ്ടായത്. 6 മാസം കൊണ്ട് ആ വിഷയം അവിടെ തീർത്തു കൊടുത്തത്. മനസ്സിലായോ? അന്നും ഈ നക്കാപിച്ച 4 ലക്ഷം പേരക്കും 6 ലക്ഷം ഭൂമി അങ്ങനെ കൊടുത്ത്. പക്ഷെ പി വി അൻവർ ചെയ്തെന്താ? ജനങ്ങളെ കൂട്ടി സ്ഥലം കണ്ടെത്തി, സ്ഥലം കൊടുത്തു. വീടുണ്ടാക്കാൻ സ്പോൺസർമാരെ കണ്ടെത്തി, വീടുണ്ടാക്കി കൊടുത്തു. ഈ 10 ലക്ഷം ഈ സാധുക്കളെ പോക്കറ്റിൽ വെച്ച് കൊടുത്തു. എന്നാലും അവർക്ക് ആശ്വാസമല്ല. നിങ്ങൾ മനസ്സിലാക്കണം. 1500-2000 സ്ക്വയർ ഫീറ്റിൽ താമസിച്ചവർ അതിൽ പലരും മരിച്ചു മരണപ്പെട്ടത്. അതേ രീതിയാണ് വയനാട്ടിലും. അവരെ 450-500 സ്ക്വയർ ഫീറ്റിൽ ഊരാളുകൾ സൊസൈറ്റി ഉണ്ടാക്കുന്ന കോഴിക്കൂടിൽ കൊണ്ടുപോയി തള്ളാനാ പിണറായി വിജയൻ നിൽക്കുന്നത്. മനസ്സിലായോ? ജനങ്ങൾ ഇത് അനലൈസ് ചെയ്യും. ഒരു മലക്ക് മുകളിൽ വയനാടും എല്ലായ്പ്പോഴും ഉള്ള പോലെ തന്നെ അതേപോലെ ഇപ്പോഴും എത്തി വോട്ട് രേഖപ്പെടുത്തി. അതേപോലെ ആളുകളൊക്കെ വരുന്നുണ്ടോ?